രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയമാണ്, 8ാമത്തെ ദശകമാണ്, 10ാമത്തെ ശ്ലോകമാണ്, 84ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട കാമുകി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുന്നു. കേൾക്കുക പുണ്യം. എല്ലാ വ്യാഴാഴ്ചയും 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് അഷ്ടപതിയുടെ ക്ലാസ് കിട്ടുന്നതാണ്. അതേ കണക്ക് തന്നെ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർ പിന്നെ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് കാണാം. ചിലർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഞാൻ കൊല്ലത്താണ്, 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നാണ്. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ജ്യോതിഷമുണ്ട്, എൻ്റെ ജ്യോതിഷ വീഡിയോ ഉണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വീഡിയോസ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ജ്യോതിഷപരമായി എന്ത് സംശയങ്ങളും എന്നെ നേരിട്ട് വിളിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അതിലേക്ക് വിളിക്കാം. തികച്ചും സൗജന്യമായിരിക്കും. അത് വാട്സപ്പ് നമ്പറും കൂടെയാണ്. പിന്നെ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്, നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിൽ ഒരെണ്ണം ഉണ്ട്, അത് കേൾക്കുക. പിന്നെ ബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കേൾക്കുക. അതേ കണക്ക് തന്നെ ഷോർട്ട് വീഡിയോസ് ഒരുപാടുണ്ട്, ഭക്തമീരയുടെ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് പ്രയോജനകരമായ സകലതും അതിലുണ്ട്. അപ്പോൾ പിന്നെ രാധികാ കവചം 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം ഉണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം അതിനിഗൂഢമായ 2ാമത്തത് അധികം താമസിയാതെ തന്നെ നമ്മുടെ അൽബ ചൊല്ലിയിടുന്നതാണ്. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്.
എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് നാരായണീയം ആരംഭിക്കാം. പിന്നെ ഇന്നത്തെ നാരായണീയം നമുക്ക് പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ. അതിമനോഹരമായ ആലാപനത്തിലൂടെ നിങ്ങളുടെ ഹൃദയം കവർന്ന കൃഷ്ണപ്രിയ, അതായത് രാധിക കവചത്തിലൂടെ നിങ്ങളുടെ ഹൃദയം കവർന്ന കൃഷ്ണപ്രിയ, രാധാ സഹസ്രനാമത്തിലൂടെ നിങ്ങളുടെ ഹൃദയം കവർന്ന കൃഷ്ണപ്രിയ, അഷ്ടപതിയുടെ അതിസുന്ദരമായ ആലാപനത്തിലൂടെ നിങ്ങളുടെ ഹൃദയം കവർന്ന കൃഷ്ണപ്രിയ, നാരായണീയത്തിലെ പല പല ശ്ലോകങ്ങളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ രാധേ രാധേ ചാനലിന്റെ അഭിമാനമായ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടുന്നു. കേട്ടുള്ളൂ. തതസ്ത്വദീയാദയിനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീനനിശേഷപദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് സുന്ദരമായി പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നോക്കേ നിങ്ങൾ. തതസ്ത്വദീയാദൈ നാഭിരന്ധ്ര ദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. തതസ്ത്വദീയാദൈ അർത്ഥം അതിനുശേഷം ഭഗവാന്റെ. തതസ്ത്വദീയാദൈ അർത്ഥം എഴുതിക്കോ, അതിനുശേഷം ഭഗവാന്റെ. നാഭീരന്ധ്രം പുക്കിൾ ചുഴി, പുക്കിൾ ചുഴി. ഉദഞ്ചിതം ഉയർന്നു വന്നു. കിഞ്ചന, കിഞ്ചനയുടെ അർത്ഥം എന്താണ്? ഒരു. ദിവ്യപത്മം അതീവ ദിവ്യമായ താമര, പത്മം താമര. നിലീന അർത്ഥം ലയിച്ചു ചേർന്ന, നിശേഷ അർത്ഥം മുഴുവൻ, പദാർത്ഥമാല പദാർത്ഥങ്ങളുടെയും, സംക്ഷേപരൂപം അർത്ഥം സൂക്ഷ്മരൂപമായ, മുകുളായമാനം മൊട്ടിൻ്റെ രൂപത്തിലിരുന്ന, മുകുളായമാനം മൊട്ടിൻ്റെ രൂപത്തിലിരുന്ന. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാന്റെ പൊക്കിൾ കൊടിയിൽ നിന്നും ഉള്ളിൽ ലയിച്ചിരുന്ന സകല പദാർത്ഥങ്ങളും കൂടി ചേർന്ന് മൊട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു ദിവ്യമായ താമര ഉയർന്നു വന്നു. അപ്പോൾ ഇതൊരു കൊച്ചു ശ്ലോകമാണ്. ഇതിനകത്ത് വലിയ കഥയൊന്നും ഉള്ളതല്ല, ഒരു കൊച്ചു ശ്ലോകമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദൈർഘ്യം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലയോ എൻ്റെ ഗുരുവായൂരപ്പ, അങ്ങയുടെ പൊക്കിൾ ചൊടിയിൽ നിന്ന് ഒരു താമര ഉയർന്നു വന്നു. ആ താമരയിൽ അങ്ങയുടെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന സകല പദാർത്ഥങ്ങളും, അതായത് 14 ലോകങ്ങളും ഭൂമിയിലെയും മറ്റു ലോകങ്ങളിലെയും സർവ്വജീവജാലങ്ങളും അവരെല്ലാവരും കൂടെ ചേർന്ന് മൊട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു ദിവ്യ താമരയായി ഭഗവാന്റെ പൊക്കിൾ കൊടിയിലൂടെ പുറത്തു വന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗുരുവായൂരപ്പൻ്റെ ആ പൊക്കിൾ കൊടിയിലൂടെ, ആ പൊക്കിൾ കൊടിയിൽ നിന്നും ഉള്ളിൽ ലയിച്ചിരുന്ന സകല പദാർത്ഥങ്ങളും കൂടി ചേർന്ന മൊട്ടിൻ്റെ ആകൃതിയിലുള്ള താമരപ്പൂ പുറത്തു വന്നു എന്നാണ് ഇതിനർത്ഥം. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താ ഒന്നാമത്തെ വരി? തതസ്തദീയാദൈ നാഭിരന്ധ്ര. തതസ്തദീയാദൈ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഭഗവാന്റെ നാഭീരന്ധ്ര, ഭഗവാന്റെ പുക്കിൾ ചൊടിയിൽ നിന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഭഗവാന്റെ പുക്കിൾ ചൊടിയിൽ നിന്നും. ഏതിനു ശേഷം? അതാണ് നമ്മൾ കഴിഞ്ഞതിനകത്ത് പറഞ്ഞതാണ്. എന്താണ്? പ്രളയം അവസാനിക്കേണ്ട കാലമായി. എന്താ പ്രളയം എന്ന് പറഞ്ഞാൽ? ഭഗവാൻ ഉറങ്ങുന്ന സമയം. അപ്പൊ പ്രളയം അവസാനിക്കേണ്ട കാലമായപ്പോൾ കാലാഖ്യ ശക്തി ഭഗവാനെ എന്ത് ചെയ്തു? ഉണർത്തി. അങ്ങനെ ഉണർന്ന ഭഗവാൻ എന്ത് ചെയ്തു? ലോകങ്ങളെല്ലാം
തന്നിൽ ലയിച്ചു ചേർന്നത് ഭഗവാൻ അറിഞ്ഞു. സകല ലോകങ്ങളും തന്നിൽ ലയിച്ചു ചേർന്നതായിട്ട് ഉറക്കമെഴുന്നേറ്റ ഭഗവാൻ അറിഞ്ഞു. അതും സൂക്ഷ്മ രൂപത്തിലാണ് തന്നിൽ ലയിച്ചു ചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? ആ സൂക്ഷ്മ രൂപങ്ങളിലേക്കൊന്നു നോക്കി. മനസ്സിലായില്ലേ? പ്രളയത്തിൻ്റെ അവസാനം കാലം ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ചുണർത്തി. അപ്പൊ 14 ലോകങ്ങളും ആ ലോകത്ത് ജീവിച്ചിരുന്നവരുമെല്ലാം തന്നിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു സൂക്ഷ്മ രൂപത്തില്. അപ്പൊ ഭഗവാൻ ആ സൂക്ഷ്മ രൂപത്തിലേക്കൊന്ന് നോക്കി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ നോട്ടം തന്നിൽ ലയിച്ചു ചേർന്ന ആ കോടാനുകോടി ജീവികളിലും 14 ലോകങ്ങളിലും ഭഗവാന്റെ ദൃഷ്ടി പതിഞ്ഞു. അപ്പോൾ ഉറങ്ങാൻ പോയ സമയത്ത് 14 ലോകങ്ങളും ഭഗവാനിൽ ലയിച്ചു. 14 ലോകത്തിലെ മനുഷ്യനും മൃഗങ്ങളും ദേവന്മാരും അസുരന്മാരും എല്ലാം ലയിച്ചു. അവരിലേക്കാണ് ഭഗവാൻ നോക്കിയത്. അവരുടെ നോട്ടം ആ ലയിച്ചു ചേർന്ന ലോകങ്ങളിലും അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരിലും പക്ഷിമൃഗാദികളിലും ദേവന്മാരിലും അസുരന്മാരിലും പതിഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. അതെന്താണെന്നാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത്. രണ്ടാമത്തെ വരി നോക്കേ. ദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം. ഉദഞ്ചിതം ഉയർന്നു വന്നു, കിഞ്ചന ഒരു. അപ്പൊ ഇവിടെ എന്താ? ദിവ്യപത്മം. പത്മം താമര. ഒരു ദിവ്യമായ താമര ഉയർന്നു വന്നു. അതായത് ഭഗവാൻ തന്നിൽ ലയിച്ചു ചേർന്ന ജീവജാലങ്ങളിലേക്കും ലോകങ്ങളിലേക്കും ഒന്ന് നോക്കിയപ്പോൾ ഈ ജീവജാലങ്ങൾക്കും ലോകങ്ങൾക്കും ഒരു ഇളക്കം തട്ടി. അപ്പൊ തന്നിൽ ലയിച്ചു കിടക്കുന്ന 14 ലോകങ്ങളിലും ആ ലോകങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യര്, ദേവന്മാര്, അസുരന്മാര്, പക്ഷികള്, മൃഗങ്ങള്, നദികള്, സമുദ്രങ്ങള് ഇവരിലേക്ക് നോക്കിയപ്പോൾ അവർക്കൊരു ചെറിയ ഇളക്കം തട്ടി. അതോടെ എന്ത് സംഭവിച്ചു? കൃഷ്ണന്റെ പുക്കിൾ ചുഴിയിൽ നിന്ന് ഒരു താമര ഇങ്ങനെ ഉയർന്നു വരാൻ തുടങ്ങി. ആ താമര, സാധാരണ താമര ഉയർന്നു വരുന്നത് ജലാശയത്തിലെ ചെളിയിൽ നിന്നാണ്. പക്ഷെ ഇവിടെ താമര ഉയർന്നു വന്നത് എവിടെ നിന്നാണ്? ഭഗവാന്റെ പുക്കിൾ ചുഴി, ഭഗവാന്റെ നാഭിയിൽ നിന്നാണ്. അപ്പൊ ചെളിയിൽ നിന്നല്ലാതെ ഭഗവാന്റെ പുക്കിളിൽ നിന്ന് താമര വന്നതുകൊണ്ട് കവി അതിനെ എന്ത് വിളിച്ചു? ദിവ്യമായ താമര എന്ന് വിളിച്ചു. അതിനെ ദിവ്യമായ പത്മം എന്ന് വിളിച്ചു. എന്ന് മാത്രവുമല്ല, ആ പത്മം വിടരാത്തതാണെന്നും അറിയുക. ഒരു വിടരാത്ത പത്മമാണത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. നിലീന നിശേഷ പദാർത്ഥമാല. നിലീന എന്ന് പറഞ്ഞാൽ ലയിച്ചു ചേർന്ന, നിശേഷ മുഴുവൻ, പദാർത്ഥമാല പദാർത്ഥങ്ങളുടെയും, അതിൽ ലയിച്ചു ചേർന്ന മുഴുവൻ പദാർത്ഥങ്ങളുടെയും എന്നാണ്. എന്താണ് ഈ മൂന്നാമത്തെ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ മുഴുവൻ പദാർത്ഥങ്ങളും എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ മുഴുവൻ പദാർത്ഥം എന്താണെന്നാണ് അറിയേണ്ടത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഭഗവാൻ ഉറങ്ങാൻ പോയ സമയം എന്ന് പറഞ്ഞ പ്രളയകാലം. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും, ആ സമയത്ത് ജീവിച്ചിരുന്ന പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ, സസ്യങ്ങൾ, ദേവന്മാർ, അസുരന്മാർ, 14 ലോകങ്ങളിലെ പർവ്വതങ്ങൾ, നദികൾ, മണ്ഡരികൾ, സകലതും അങ്ങനെ ഭഗവാനിൽ ലയിച്ചു. അങ്ങനെ ഭഗവാൻ ഉറങ്ങാൻ പോയപ്പോൾ ഭഗവാനിൽ എന്തൊക്കെ ലയിച്ചു ചേർന്നോ ആ ലയിച്ചു ചേർന്ന വസ്തുക്കളെ, മനുഷ്യരെ, മൃഗങ്ങളെ എല്ലാവരെയും ചേർത്ത് പൊതുവായിട്ട് കവി പറയുന്ന പേരാണ് പദാർത്ഥം എന്ന്. അപ്പോൾ ആ പദാർത്ഥങ്ങൾക്ക് ഇനി എന്ത് സംഭവിച്ചു എന്നാണ് നാലാമത്തെ വരിയിൽ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? സംക്ഷേപരൂപം മുകുളായമാനം. സംക്ഷേപരൂപം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ രൂപം. മുകുളായമാനം, മൊട്ടിന്റെ രൂപത്തിലിരുന്ന. സംക്ഷേപരൂപം മുകുളായ, മൊട്ടിന്റെ രൂപത്തിൽ ഇരുന്ന. അതായത് ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാനിൽ ലയിച്ചു ചേർന്ന പദാർത്ഥം. ഇപ്പൊ പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം. അത് സൂക്ഷ്മ രൂപത്തിലാണ് ലയിച്ചു ചേർന്നത്. ഒരാറ്റത്തേക്കാൾ ചെറുത്.
ഇപ്പൊ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ നമ്മളൊരു മണൽത്തരി എടുക്കുന്നു. ആ മണൽത്തരിയെ 1 കോടിയായിട്ട് വീണ്ടും മുറിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അതിനേക്കാൾ ചെറിയ രൂപത്തിലാണ് ഭഗവാനിൽ ഇത് ലയിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹിമാലയ പർവ്വതം, ആ ഹിമാലയ പർവ്വതം ആ ഭഗവാനിൽ ലയിക്കുന്നത് ഒരു ചെറിയ മണൽത്തരിയെ 1 കോടിയായി വിഭജിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ചെറിയ തരിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഹിമാലയ പർവ്വതമുണ്ട്. അതിന് അത്ഭുതമൊന്നുമില്ല. ആലിൻ്റെ വിത്ത് കണ്ടിട്ടില്ലേ? ഏതാ ഒരു ചെറിയ കായാണ്, ഒരു ചെറിയ കാ. അതിനകത്ത് ഈ ആൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അതേസമയം ആ കുഞ്ഞു വിത്ത് നമ്മളൊന്ന് കുഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്നല്ലേ ഏത് പൊട്ടി വരുന്നത്? ഈ വലിയ ആല്. അപ്പോൾ ഈ വലിയ ആൽമരം ആ ചെറിയ അതിൻ്റെ വിത്തിനകത്ത് ഒളിച്ചിരിക്കുന്നത് പോലെ ഈ പർവ്വതവും നദികളും ഒക്കെ കുഞ്ഞു തരികളായി ഭഗവാനിൽ ലയിച്ചു. അപ്പോൾ ഭഗവാൻ ഉറക്കമെണീറ്റ് ഇതിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനെ ഇളക്കം തട്ടുകയും ആ സമയത്ത് ഭഗവാന്റെ പൊക്കിളിൽ നിന്നൊരു താമര പുറത്തേക്ക് വരികയും ചെയ്തു. അത്രയും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ബാക്കി കാര്യം കേട്ടോളൂ. ആ താമര പുറത്തേക്ക് വരികയും ചെയ്തു. അതൊരു താമര മൊട്ടാണ്. ആ താമര മൊട്ടിനകത്ത് എന്തുണ്ട്? ആ താമര മൊട്ടിനകത്ത് ഭഗവാൻ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന സകലരും സൂക്ഷ്മ രൂപത്തിലുണ്ട്. അതാണ് ഭഗവാന്റെ പൊക്കിൾ ചുഴിയിൽ നിന്ന് ഒരു താമര മൊട്ടിങ്ങനെ വന്നു. ആ താമര മൊട്ടിനകത്ത് എന്തുണ്ട്? 14 ലോകങ്ങളും ആ ലോകങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യര്, ദേവന്മാരും അസുരന്മാരും പക്ഷികളും നദികളും പർവ്വതങ്ങളും എന്നു വേണ്ട സകലതും, മനസ്സിലായില്ലേ? അതിനകത്ത് സകല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷ്മ രൂപത്തില് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്ന താമരയിൽ ദിലീപ് എന്ന ഞാനുമുണ്ട്. രാധേ രാധേ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമുണ്ട്. പക്ഷെ നമ്മുടെ പേരന്ന് വേറെ ആയിരുന്നിരിക്കും. അതായത് ഭഗവാൻ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മളുമുണ്ട്. പക്ഷെ ദിലീപ് എന്ന പേരിലല്ല, പേര് വേറെ എന്തോ ആണ്. അപ്പോൾ ഈ താമര മൊട്ടിനകത്ത് ദിലീപും ഉണ്ട്, മനസ്സിലായില്ലേ? അതിനകത്ത് സകല ആൾക്കാരും ഉണ്ട്. ഭൂമിയിലെ ദിലീപും ഉണ്ട്, ജോർജും ഉണ്ട്, എല്ലാ ആൾക്കാരും അതിനകത്ത് ഇരിപ്പുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഉണ്ട്. പക്ഷെ സൂക്ഷ്മ രൂപത്തിലാണെന്ന് മാത്രം. ഈ എന്നിട്ട് ഇപ്പൊ ഭഗവാന്റെ നാഭിയിൽ ഒരു താമര വന്നു എന്നാ പറഞ്ഞത്. ആ താമരയ്ക്ക് മൊട്ടാണ്, അത് വിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്നത് താമര പൂവല്ല, താമര മൊട്ടാണ്. ഇനി ഈ താമര മൊട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? വിരിയാൻ തുടങ്ങും. അപ്പൊ സൂക്ഷ്മ രൂപം വെടിഞ്ഞ് അത് സ്ഥൂല രൂപം സ്വീകരിക്കും. അതായത് ഭഗവാനിൽ ലയിച്ചു ചേർന്ന വസ്തുക്കൾ അവരുടെ സൂക്ഷ്മ രൂപം പൊടിഞ്ഞ് സ്ഥൂല രൂപം സ്വീകരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ, ഭഗവാനിൽ ലയിച്ചു ചേർന്ന ഓറഞ്ചിന്റെ പൊടി ഓറഞ്ചായി മാറും, പർവ്വതത്തിന്റെ പൊടി പർവ്വതമായി മാറും, നദിയുടെ പൊടി നദിയായി മാറും, ഈ ദിലീപിന്റെ പൊടി ദിലീപായി മാറും, ജോർജിന്റെ പൊടി നാളെ ജോർജായി മാറും. അങ്ങനെ മാവിന്റെ, അതായത് പ്ലാവ്, മാവ് തുടങ്ങിയ വൃക്ഷങ്ങളുടെ പൊടി അതായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഇവിടെ കവി പറയുന്നത് മരണമില്ല, മരണമില്ല. അതൊരു കള്ളമാണ് ഈ മരണം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഓരോരോ, അതായത് ഒരു മനുഷ്യൻ ഒരു ഷർട്ട് ഊരി വേറൊരു ഷർട്ട് ഇടുന്നത് പോലെ ഈ ശരീരം ഊരി നമ്മൾ വേറെ വേറെ ഇടും. പ്രളയകാലത്ത് നമ്മൾ പോയി ഭഗവാനെ ലയിക്കും. ഭഗവാൻ ഉണർന്നു കഴിയുമ്പം നമ്മൾ വീണ്ടും വരും. ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സന്തോഷമായിരിക്കുക. ഞാനും നിങ്ങളും ഭഗവാന്റെ പൊക്കിൾ കൊടിയിൽ നിന്ന് വരുന്ന ആ താമരയ്ക്കകത്തുണ്ട്. ആ താമരയെ ഞാൻ വന്ദിക്കുന്നു. ആ താമരയോട് കൂടി അങ്ങനെ നിൽക്കുന്ന ആ സാക്ഷാൽ കൃഷ്ണ ഭഗവാനെ ഞാൻ നമിക്കുന്നു. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.